അന്ത്യകാല ഉണർവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വൺ മാൻ ഷോ അല്ല, ഒരുവനെ കൊണ്ട് ഒതുങ്ങി നിൽക്കുന്നതല്ല. സകല ജഡത്തിന്മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. അവിടെ വൃദ്ധനെന്നോ ബാലനെന്നോ വ്യത്യാസമില്ല, ദാസനെന്നോ ദാസിയെന്നോ വ്യത്യാസമില്ല, യൗവനക്കാരനെന്നോ ഒന്നും വ്യത്യാസമില്ല. പ്രായഭേദമന്യേ സകലരുടെ മേലും ആത്മാവിനെ പകരുമെന്ന് ദൈവിക പദ്ധതിയിൽപ്പെട്ടവർ തിരിച്ചറിയും. അവർ ദൈവസന്നിധിയിൽ പ്രതികരിക്കും. നിന്റെ മേലൊരു പദ്ധതി കിടക്കുകയാ. നീ അന്ത്യകാലത്തിൽപ്പെട്ട വ്യക്തിയായതുകൊണ്ട് നിന്നെ പുറത്തു കൊണ്ടുവരണമെന്നുള്ളത് ദൈവിക പദ്ധതിയിൽപ്പെട്ട കാര്യമാണ്. ഈ തലമുറയുടെ പ്രത്യേകത ഒരു പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കുന്നവരാ. പ്രാർത്ഥനാ ജീവിതമുള്ള ഒരു തലമുറ. പറയാൻ എളുപ്പമാണ്, ഉണർവിന്റെ വക്താവാകണം. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ദൈവത്തിന്റെ ആത്മാവിനെ പകരുമ്പോൾ കർത്താവേ എന്നെ നീ ഉപയോഗിക്കണമേ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഈ തലമുറയ്ക്കൊരു പ്രത്യേകതയുണ്ട്. പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കണം എന്ന് വെച്ചാൽ ദൈവവുമായിട്ടുള്ള കണക്ഷൻ വിട്ടുപോകാത്തൊരു തലമുറയെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാ.